ചാനൽ ചർച്ചയിൽ മതവിരുദ്ധ പരാമർശം നടത്തിയെന്നാരോപിച്ച് ഈരാറ്റുപേട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പി.സി. ജോർജ് ഹാജരാകും. നിയമത്തെ നിയമം കൊണ്ട് തന്നെ നേരിടും. തീവ്രവാദ സംഘടനകൾക്കെതിരെ പി.സി. ജോർജിന്റെ പോരാട്ടം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പോരാട്ടം അദ്ദേഹം തുടരും. അതേസമയം പി.സി. ജോർജ് മാപ്പ് പറഞ്ഞിട്ടും അറസ്റ്റിലൂടെ വിഷയം സജീവമാക്കി നിർത്തി കേരളത്തിന്റെ മതസൗഹാർദ്ദം തകർക്കാനാണ് ചിലർ ശ്രമിക്കുന്നത് എന്ന ആരോപണവുമായി മകൻ ഷോൺ ജോർജ്. ഈരാറ്റുപേട്ട സിഐയുടെ ഓഫീസ് പി.സി. ജോർജ് ഉണ്ടാക്കിയതാണ്. ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി പി.സി. ജോർജ് ഉണ്ടാക്കിയതാണ്. മുനിസിപ്പാലിറ്റി അടക്കം ഈരാറ്റുപേട്ടയിൽ ഇന്ന് കാണുന്നതെല്ലാം പി.സി. ജോർജ് ഉണ്ടാക്കിയതാണെന്ന് ഷോൺ അവകാശപ്പെട്ടു. അദ്ദേഹം ഒത്തിരി സ്നേഹിച്ച ഒരു സമൂഹം വഴിതെറ്റിപ്പോകുന്ന സാഹചര്യമുണ്ടായി. അവരിൽ എല്ലാവരും തീവ്രവാദികളാണെന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല. തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ ഈരാറ്റുപേട്ടയിൽ ഉണ്ട് എന്ന് പറയാനും ഈ നാടിന് ആപത്തുണ്ടാകുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ 30-ലധികം വർഷം ജനപ്രതിനിധിയായിരുന്ന ഒരാൾക്ക് സ്വാതന്ത്ര്യമില്ല എങ്കിൽ ആ സ്വാതന്ത്ര്യം നേടിയെടുത്തേ പറ്റൂ എന്നാണ് ഷോൺ ജോർജിന്റെ പ്രതികരണം. ഹമാസ് നേതാവിന് വേദി ഒരുക്കിയവർക്ക് ഇവിടെ കേസില്ല എന്നും ഭീകരരെ ഭീകരർ എന്നല്ലാതെ എന്തു വിളിക്കണമെന്നും ഷോൺ ജോർജ് വിമർശിക്കുന്നു. ചാനൽ ചർച്ചയിലെ വിവാദ പരാമർശത്തിൽ പി.സി. ജോർജിനെതിരെ പോലീസ് നടപടിയെടുത്ത സാഹചര്യത്തിലാണ് ഷോണിന്റെ ഇത്തരത്തിലുള്ള പ്രതികരണം. നോട്ടീസ് വന്ന ഈരാറ്റുപേട്ട സിഐ ഓഫീസ് പി.സി. ജോർജ് ഉണ്ടാക്കിയതാണ്. പി.സി. ജോർജ് ഹാജരാകേണ്ട മജിസ്ട്രേറ്റ് കോടതിയും അദ്ദേഹം ഉണ്ടാക്കിയതാണ്. ഈരാറ്റുപേട്ടയിൽ ഇപ്പോൾ കാണുന്ന മുനിസിപ്പാലിറ്റി ലീഗിന്റെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് പി.സി. ജോർജ് UDF-ൽ പ്രവർത്തിച്ച കാലത്ത് ഉണ്ടാക്കിയതാണ്. പി.സി. ജോർജിന്റെ പരാമർശം എവിടെയും മതസ്പർദ്ധ ഉണ്ടാക്കിയിട്ടില്ല. എല്ലാ കാലത്തും ഈരാറ്റുപേട്ടയെ സ്നേഹിച്ച വ്യക്തിയാണ് പി.സി. ജോർജ്. അദ്ദേഹം ചാനലിൽ നടത്തിയ പരാമർശത്തിൽ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം തന്നെ ക്ഷമാപണം നടത്തിയിട്ടുണ്ടെന്നും ഷോൺ ജോർജ് ഓർമ്മിപ്പിച്ചു. ഈരാറ്റുപേട്ടയിലുള്ള എല്ലാവരും തീവ്രവാദികളാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷേ തീവ്രവാദ സ്വഭാവമുള്ള ചില സംഘടനകൾ ഈരാറ്റുപേട്ടയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. തീവ്രവാദികൾ എന്നല്ലാതെ KCYM എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ എന്നും ഷോൺ ജോർജ് പറയുന്നു. പി.സി. ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ പോലീസിന് മുൻപിൽ ഹാജരാകണം എന്ന നോട്ടീസുമായി കഴിഞ്ഞ ദിവസം രാവിലെ പോലീസ് ജോർജിന്റെ വീട്ടിലെത്തിയിരുന്നു. പി.സി. വീട്ടിലില്ലാത്തതിനാൽ നോട്ടീസ് നൽകിയില്ല. ഉച്ചയ്ക്ക് ഹാജരാകാൻ ആവശ്യപ്പെട്ടുവെങ്കിലും പി.സി. ജോർജ് സാവകാശം തേടുകയായിരുന്നു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുൻപ് ഹാജരാകുമെന്ന് പോലീസിനെ രേഖാമൂലം അറിയിക്കുകയും ചെയ്തു. തുടർ നടപടികൾ പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി. ഇനി പി.സി. ജോർജിനെ അറസ്റ്റ് ചെയ്യണമെന്നാണെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ എന്നുമാണ് അദ്ദേഹത്തിന്റെ നിലപാട്. രജിസ്റ്റർ ചെയ്ത കേസിൽ ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തള്ളിയിരുന്നു. 30 വർഷത്തോളം MLA ആയിരുന്നിട്ടും എളുപ്പം പ്രകോപനത്തിന് വശംവദനാകുന്ന ജോർജിന് രാഷ്ട്രീയക്കാരനായി തുടരാൻ അർഹതയില്ല എന്നാണ് ഹൈക്കോടതി ജാമ്യം തള്ളിക്കൊണ്ട് നിരീക്ഷിച്ചത്. മതവിദ്വേഷ പരാമർശം ആവർത്തിക്കരുത് എന്ന കർശന ഉപാധിയോടെയാണ് സമാന സ്വഭാവമുള്ള മുൻകേസുകളിൽ ജാമ്യം അനുവദിച്ചത് എന്നും അത് ലംഘിച്ചതടക്കം കണക്കിലെടുത്താണ് മുൻകൂർ ജാമ്യം നിഷേധിച്ചതെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ജോർജ് മുൻപ് നടത്തിയ പ്രകോപനപരമായ പരാമർശങ്ങളും ഉത്തരവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജാമ്യ വ്യവസ്ഥ ലംഘിച്ചിട്ടും ഹർജിക്കാരന് മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ അത് നൽകുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശമാണെന്നും കോടതി പറഞ്ഞു. സമുദായ സ്പർദ്ധയും വിദ്വേഷവും പടർത്തുന്ന പ്രസംഗം നടത്തിയെന്ന കേസിൽ മുൻപും പോലീസ് പി.സിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.